സംസ്ഥാനത്ത് മഴ കനക്കുന്നതോടെ ദേശീയപാതകളിലെ വിള്ളലിൽ ആശങ്ക തുടരുകയാണ്. കുരിയാടിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. യൂത്ത് ലീഗ് ഉൾപ്പെടെയുള്ളവർ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധം നേരത്തെ അറിയിച്ചിരുന്നു. മുബഷീർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, വെരി ഗുഡ് മോർണിംഗ് മുബഷീർ. മഴയങ്ങോട്ട് കനക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? ഇന്നലെ രാത്രി കാര്യമായ മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ മുബഷീർ നിൽക്കുന്ന ഈ കുരിയാടും ഇടിഞ്ഞു തുടങ്ങിയ ഈ എംബാങ്ക്മെന്റിലുള്ള ദേശീയപാതയുടെ ഭാഗങ്ങളിലുമൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ പെയ്താൽ എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണോ നാട്ടുകാർ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. മഴ ഇന്നലെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ശക്തമായ മഴ പെയ്താൽ ഇതൊന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ ഏറെക്കുറെ ഇവിടെ പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്. ആ മേഖലയിലേക്ക് പോകാൻ തന്നെ പേടിയാണ്. അവരെ സംബന്ധിച്ച് മഴ പെയ്താൽ ഒന്നാമത് ഈ വയലിൽ വെള്ളം കൂടും, അതിങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ഒരു മതിലുകളൊക്കെ തന്നെ തകർക്കും, തൊട്ടപ്പുറത്തുള്ള വീടുകളിലേക്ക് കയറി വരുമെന്നുള്ളതാണ് പറയുന്നത്. ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് തന്നെയാണ് നാട്ടുകാർ കടക്കുന്നത്. നമുക്കറിയാം, ആദ്യഘട്ടം മുതൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയത നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് അപകടം സന്ദർശിച്ച മേഖല വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കരാർ കമ്പനിയെ ഡീബാർ ചെയ്തിരുന്നത്. അതുമാത്രം പോരാ, ഈ ഒരു മേഖലയിൽ ഫ്ലൈ ഓവർ വേണമെന്നൊരു ആവശ്യത്തിലേക്ക് തന്നെ നാട്ടുകാർ എത്തുന്നു എന്നുള്ളതാണ്. പൊതുപ്രവർത്തകനായിട്ടുള്ള അലി അക്ബർ നമുക്കൊപ്പം വീണ്ടും ചേരുന്നുണ്ട്. ഇക്കാര്യത്തിൽ പാലമല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്ന് തന്നെയാണോ കുരിയാടിനെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും മുബഷീർ, ആദ്യമായി ഞാനൊരു കാര്യം കൂടെ പറയാം. ഇപ്പം ഡൽഹിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വലിയ ആശ്വാസകരമാണ്. പക്ഷെ അത് സന്തോഷത്തിലേക്ക് വൈമാറിയിട്ടില്ല. സന്തോഷത്തിലേക്ക് വൈമാറണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എലവേറ്റഡ് ഹൈവേ എന്നുള്ള പ്രഖ്യാപനം കൂടെ വേണം. അതൊരു ഉത്തരവായിട്ട് വരണം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 2019 തീയതി തിങ്കളാഴ്ചയാണ് ഈ ഇൻസിഡൻറ്റ് ഇവിടെ നടന്നത്. ഉച്ചയ്ക്ക് 2:30 മണിക്ക്. ആ ദിവസം മുതൽ ഒരു പഠനത്തിനും വിധേയമാക്കാതെ PD അടക്കമുള്ള പ്രൊജക്ട് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ നിരുത്തരവാദമായി പെരുമാറി. അതുകൂടെ ചോദ്യം ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്ക് ഒരു റെക്ടിഫൈ ചെയ്യും എന്നുള്ള ഒരു ധാരണയ്ക്ക് നമ്മൾ എത്തിയത്, നമുക്കൊരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നത് ബഹുമാനായ ഞങ്ങളെ MP ET മുഹമ്മദ് ബഷീർ സാഹിബ്, പ്രിയങ്കരനായ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ സന്ദർശിച്ചപ്പോഴാണ്. കാര്യം ഇപ്പോൾ ഡീബാർ ചെയ്തപ്പോൾ ഈ കമ്പനിയെ തന്നെ മുൻപ് ഡീബാർ ചെയ്തിട്ടുണ്ട് ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട്. 6 മാസം കഴിഞ്ഞ് വീണ്ടും നിർമ്മാണം ഏറ്റെടുത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കുരിയാടിനെ സംബന്ധിച്ച് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുകയാണെന്നുള്ള നാട്ടുകാരുടെ നിലപാടെന്തായിരിക്കും? തീർച്ചയായും ഇവിടെ കലിയടങ്ങാത്ത കടൽ പോലെ ആയിരിക്കും. സമരത്തിന്റെ ത്യോജ്വാല ഞങ്ങൾ തീർക്കും. ഒരു പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. മഴ ഇനി പെയ്യുമ്പോൾ നാട്ടുകാർക്കുള്ള ആശങ്കയാണ് മുബഷീർ ഇപ്പോൾ അവരുടെ പ്രതികരണമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കുരിയാട് മാത്രമല്ല, ഈ നാഷണൽ ഹൈവേയുടെ സ്ട്രെച്ചിൽ പലയിടങ്ങളിലും മണ്ണ് ഇടിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലടക്കം നാട്ടുകാർക്കും ഒക്കെ നമുക്കും വലിയ ആശങ്കയുണ്ട്. ആ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും, കാരണം നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഒരു ഭാഗം ഇടിഞ്ഞിങ്ങി താഴെ വീണുന്നേ. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇതിൽ രാഷ്ട്രീയ വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഉത്തരവാദിത്വം ആർക്കാണ്? ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് അല്പസമയത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി, ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മറുപടി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.